അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്തസർ 119 അഹ്വാലു മുതഅല്ലിഖാത്തുൽ ഫിഇൽ 3 പേജ് നമ്പർ 168. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി. 119 ക്ലാസ്സിൽ 118 നമ്പർ ക്ലാസ് ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. വഹുവ ഐ ഹാദൽ ഖിസ്മുല്ലദി നുസ്സില മൻസിലത്തൽ ലാസിമി. ലാസിമിന്റെ സ്ഥാനത്ത് ഇറക്കപ്പെട്ട ഈ ഖിസ്മ് ലർബാനി, 2 ലർബാണ്, 2 ഇനമാണ്. ലാസിമിന്റെ സ്ഥാനത്ത് ഇറക്കിയത് ഏതാണ്? അവിടെ ഇതിവിടെ പറഞ്ഞല്ലോ. എന്ത്? فإذا لم يذكر المفعول به معه فالغرض إن كان إثباته لفاعله أو نفيه أنه مطلقا نزل منزلة اللازم ولم يقدر له مفعول لأن المقدر كالمذكور. 117 നമ്പർ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഫീലോടുകൂടെ മഫ്ഊലിനെ പറയപ്പെട്ടിട്ടില്ലെങ്കിൽ അവിടെ 2 ഖിസ്മുണ്ട്. ഒന്നാമത്തെ ഖിസ്മാണ് പറഞ്ഞത് ഫൽ ഖറളു, അപ്പോൾ ലക്ഷ്യം മുത്തകല്ലിമിന്റെ ഖറള് ആ ഫിഇലിനെ ഫായിലിന് സുബൂത്താക്കലോ അല്ലെങ്കിൽ ഫിഇലിനെ ഫായിലിനെ തൊട്ട് നഫി ചെയ്യലോ ആണ് മുത്തലക്കൻ. മുത്തലക്കായ നിലയിൽ സുബൂത്താക്കലോ നഫി ചെയ്യലോ ആണ്. മുത്തലക്കൻ എന്ന് പറഞ്ഞാൽ ഫിഇലിൽ ഉമൂമു ഖുസൂസിനെ ഇഅ്തിബാർ ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. ഉമൂമോ ഖുസൂസോ അവിടെ ഉണ്ടാവുകയില്ല എന്നല്ല, ഉമൂമിനെയും ഖുസൂസിനെയും ഇഅ്തിബാർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഒരു പ്രത്യേകമായ മഫ്ഊലിനോടുള്ള തഅല്ലുഖിനെയും ഇഅ്തിബാർ ചെയ്യുന്നില്ല. എങ്കിൽ ഫിഇലിനെ ലാസിമിന്റെ സ്ഥാനത്ത് ഇറക്കും എന്ന് പറഞ്ഞല്ലോ. അതാണ് ഒരു ഖിസ്മ്. ഏത്? ഒന്ന് സുബൂത്താക്കൽ, മുത്തലക്കൻ സുബൂത്താക്കലോ അല്ലെങ്കിൽ മുത്തലക്കൻ നഫി ചെയ്യലോ ആണെങ്കിൽ ലാസിമിന്റെ സ്ഥാനത്ത് ഇറക്കും. വഹുവ, ആ ഖിസ്മ് ലാസിമിന്റെ സ്ഥാനത്ത് ഇറക്കുന്നത് 2 ലർബാണ്. ഇനി ലാസിമിന്റെ സ്ഥാനത്ത് ഇറക്കാത്ത മറ്റൊരു ഖിസ്മുണ്ട്. അതാണ് ആദൽ ഖിസ്മു എന്ന് പറഞ്ഞത്. അപ്പോൾ ലാസിമിന്റെ സ്ഥാനത്ത് ഇറക്കപ്പെടുന്നത് 2 ലർബാണ്. ലി അന്നഹു, തീർച്ചയായിട്ടും കാര്യം, ഇമ്മാ അൻ യുജ്അലൽ ഫിഇലു, ചിലപ്പോൾ ഫിഇലിനെ ആക്കപ്പെടും. ഹാല കൗനിഹി മുത്തലക്കൻ, ആ ഫീല് തന്നെ മുത്തലക്കായ നിലയിൽ. അപ്പോൾ മുത്തലക്കായ അവസ്ഥയിലുള്ള ഫിഇലിനെ, മുത്തലക്കായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഐ മിൻ ഗൈരി ഇഅ്തിബാരി ഉമൂമിൻ ഔ ഖുസൂസിൻ ഫീഹി വമിൻ ഗൈരി ഇഅ്തിബാരി തഅല്ലുഖിഹി ബിൽ മഫ്ഊലി. അതാണ് മുത്തലക്കൻ. ഫീലിൽ ഉമൂമു ഖുസൂസിനെ ഇഅ്തിബാർ ചെയ്യൽ കൂടാതെ ഒരു മഫ്ഊലിനോട് ആ ഫിഇലിന്റെ തഅല്ലുഖിനെയും ഇഅ്തിബാർ ചെയ്യൽ കൂടാതെ ആ നിലയിലുള്ള ഫിഇലിനെ ആക്കപ്പെടും. കിനായത്താക്കപ്പെടും. അൻഹു ഐ അൻ ദാലിക്കൽ ഫീലി, ആ ഫിഇലിനെ തൊട്ട് കിനായത്താക്കപ്പെടും. ഹാല കൗനിഹി മുതഅല്ലക്കൻ ബി മഫ്ഊലിൻ മഖ്സൂസിൻ, ആ ഫീല് തന്നെ ഒരു മഖ്സൂസായ മഫ്ഊലിനോട് ബന്ധിക്കപ്പെട്ടതായ അവസ്ഥയിലുള്ള ഫീലിനെ തൊട്ട് കിനായത്താക്കപ്പെടും. അപ്പോൾ ലാസിമിന്റെ സ്ഥാനത്ത് ഇറക്കപ്പെട്ട ഫീല്, ലാസിമിന്റെ സ്ഥാനത്ത് ഇറക്കപ്പെട്ട ഫീല് മുത്തലക്കായ നിലയിലുള്ള ഫീലാണ്. ഉമൂമു ഖുസൂസിനെ ഇഅ്തിബാർ ചെയ്യപ്പെടാത്ത ഫീലാണ്. ഒരു പ്രത്യേകമായ മഫ്ഊലിനോടുള്ള തഅല്ലുഖിനെയും ഇഅ്തിബാർ ചെയ്യാത്ത ഫിഇലാണ്.
ആ ഫീലിനെ എന്താക്കപ്പെടും? കിനായത്തൻ അൻഹു ഐ അന്താലിക്കൽ ഫീലി, ആ ഫീലിനെ തൊട്ട് കിനായത്താക്കപ്പെടും ഹാല കൗലിഹി, ആ ഫീല് തന്നെ ആയ നിലയിൽ മുതഅല്ലഖൻ ബി മഫ്ഊലിൻ മഖ്സൂസിൻ, ഒരു മഖ്സൂസായ മഫ്ഊലിനോട് ബന്ധിക്കപ്പെട്ടതായ നിലയിൽ. ദല്ലത്ത് ആ മഫ്ഊലിന്റെ മേൽ അറിയിച്ചിട്ടുണ്ട്. കാരണം മഫ്ഊലിനെ ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ ലാസിമിന്റെ സ്ഥാനത്ത് ഇറക്കിയിട്ട് മഫ്ഊലിനെ പറയപ്പെടാത്ത സ്ഥലമാണ്. ആ മഫ്ഊലിന്റെ മേൽ അറിയിച്ചിട്ടുണ്ട്. ഖരീനത്ത് അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ലാസിമിന്റെ സ്ഥാനത്ത് ഇറക്കപ്പെട്ട ഫീലിനെ ഒരു മഖ്സൂസായ, ഈ ഇറക്കപ്പെട്ട ഫീല് മുത്തഅദ്ദിയായ ഫീലാണ്. ആ മുത്തഅദ്ദിയായ ഫീലിന്റെ കൂടെ മഫ്ഊലിനെ പറഞ്ഞിട്ടില്ല. പറയാതിരിക്കാനുള്ള കാരണം എന്താണ്? മുത്തക്കല്ലിമിന്റെ ഖറള് മുത്തലക്കൻ ഫീലിനെ ഫായിലിനക്ക് സുബൂത്താക്കലോ നഫീ ചെയ്യലോ ആണ്. അതുകൊണ്ടാണ് മുത്തഅദ്ദിയായ ഫീലിനെ ലാസിമിന്റെ സ്ഥാനത്ത് ഇറക്കിയത്. അതുകൊണ്ട് മഫ്ഊലിനെ, ഒരു പ്രത്യേകമായ മഫ്ഊലിനെ അവിടെ സങ്കല്പിക്കപ്പെടുകയുമില്ല. അങ്ങനെയുള്ള ഫീലിനെ കിനായത്താക്കും. എന്തിനെ തൊട്ട്? ഒരു മഖ്സൂസായ മഫ്ഊലിനോട് ബന്ധിക്കപ്പെട്ട അവസ്ഥയിലുള്ള ഫീലിനെ തൊട്ട് കിനായത്താക്കും. കിനായത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത്? അൽ കിനായത്ത് ഉരീദ ബിഹി ലാസിമു മഅനാഹു മഅ ജവാസി ഇറാദത്തിഹി മഅഹു കലഫ്ലി തവീലുൻ നജാദി അൽ മുറാദു തൂലുൽ ഖാമത്ത് എന്നൊക്കെ പറഞ്ഞല്ലോ. അത് കിനായത്തിനെ പറ്റി പറഞ്ഞുകൊടുത്ത് വിശദീകരിച്ചിട്ടുണ്ട്. നഫായിസുലും തുഹഫത്തുൽ ഇഖ്വാൻ സമർഖന്ദി മുഖ്തസറിൽ അത് പറയാൻ പോകുന്നുണ്ട്. മൽസൂമ് പറഞ്ഞ് ലാസിം ഉദ്ദേശിക്കുക എന്നതാണ്. അപ്പോൾ പറഞ്ഞതിൽ എന്ത് മനസ്സിലായി? ലാസിമിന്റെ സ്ഥാനത്ത് ഇറക്കപ്പെട്ട ഫീല് മൽസൂമ് ഒരു മഖ്സൂസായ മഫ്ഊലിനോട് ബന്ധിക്കപ്പെട്ടതായ ഫീല് ലാസിമുമാകും. അതെ. ഔ ലാ യുജ്അലു കദാലിക, അല്ലെങ്കിൽ ഒരു മഖ്സൂസായ മഫ്ഊലിനോട് ബന്ധിക്കപ്പെട്ട അവസ്ഥയിലുള്ള ഫീലിനെ തൊട്ട് കിനായത്ത് ആക്കൂല. ഇങ്ങനെ രണ്ട് വേർപാട്. അസാനി രണ്ടാമത്തത്, കിനായത്ത് ആക്കാത്തത് കഖൗലിഹി തആല, അല്ലാഹു തആല ജല്ല ജലാലുഹു വ അമ്മ നവാലുഹു, അല്ലാഹുവിന്റെ ഖൗല് പോലെ, ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, ഇൽമു ഉള്ളവരും ഇൽമു ഇല്ലാത്തവരും സമമാണോ എന്നാണ് ചോദ്യം. ഇവിടെ എന്തിനെ അറിയുക, എന്തിനെ അറിയാതിരിക്കുക എന്ന് മഫ്ഊലിനെ ഇവിടെ പറഞ്ഞിട്ടില്ല. ആമായ മഫ്ഊലിനെയും പറഞ്ഞിട്ടില്ല, ഖാസായ മഫ്ഊലിനെയും പറഞ്ഞിട്ടില്ല. അതോടുകൂടെ ഇവിടെ മഖ്സൂസായ മഫ്ഊലിനോട് ബന്ധിക്കപ്പെട്ട ഫീലിനെ തൊട്ട് കിനായത്തും അല്ല, ലാസിമിന്റെ സ്ഥാനത്തിറക്കി എന്ന് പറഞ്ഞാൽ ഐ ലാ യസ്തവി സമമല്ല, ഒരാൾ സമമല്ല. യൂജദു ലഹു, അവർക്ക് എത്തിക്കപ്പെടും ഹഖീഖത്തുൽ ഇൽമി, ഇൽമെന്ന ഹഖീഖത്ത്. ഒമൻ, ഒരാളും ലാ യൂജദു, ആ ഇൽമെന്ന ഹഖീഖത്ത് അവർക്ക് എത്തിക്കപ്പെടുകയില്ല. അപ്പൊ എന്തായി? ഇവിടെ യഥാർത്ഥത്തിൽ മഫ്ഊലുള്ള ഫീലാണ്. ആ യഥാർത്ഥത്തിൽ എന്തിനെ അറിയുക എന്നത് ഇവിടെ മുറാദുണ്ട്. പക്ഷേ ആ മഫ്ഊലിനെ കളഞ്ഞിട്ട് ഇവിടെ ഒരു ലാസിമിന്റെ സ്ഥാനത്ത് ഇറക്കിയത് എന്താണ്? ലാ യഅലമൂന എന്ന് പറയുന്ന ആ ഫായിലിങ്ങൾ വെറും പടും ജാഹിലീങ്ങളാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അവർക്ക് ഇൽമ് എന്ന ഹഖീഖത്ത് ഇല്ല. അപ്പൊ മുത്തലക്കൻ ഫീലിനെ എന്താവുകയാണ്? നഫീ ചെയ്യലാണ് ഫായിലിങ്ങളെ തൊട്ട്. മുത്തലക്കൻ ഇൽമിനെ നഫീ ചെയ്യാം. ഇൽമ് എന്ന് പറഞ്ഞ ആ കുല്ലിയത്ത് മാഹിയത്ത്, ആ അൽമാഹിയത്തും കുല്ലിയത്ത്, ഇൽമ് എന്ന ഹഖീഖത്ത് തന്നെ അവർക്ക് ഇല്ല. അവർ
പടു ജാഹിലീങ്ങളുടെ സ്ഥാനത്ത് ഇറക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മഫ്ഊലിനെ ഇവിടെ കളഞ്ഞത്. അപ്പോൾ ഇൽമുള്ള മുസ്ലിമീങ്ങൾ അവർക്ക് ഇൽമെന്ന ഹക്കീക്കത്ത് ഉണ്ട് എന്നും കുഫാറിന് ഇൽമേ ഇല്ല എന്നും സ്ഥാപിത്താക്കാൻ വേണ്ടിയിട്ടാണ്. മാഹിയത്ത് കുല്ലിയത്ത് ഇൽമ എന്ന ഹക്കീക്കത്ത് തന്നെ അവർക്കില്ല. ഇന്നമാ ഖദ്ദമ മുസന്നിഫ് മുന്തിച്ചു അസാനിയ രണ്ടാമത്തതിനെ മുന്തിച്ചു. അസാനി കഖൗലിഹി തആല അതെന്താ മുന്തിച്ചത്? അന്നഹു ഈ രണ്ടാമത്തത് ബിഇത്തിബാരി കസറത്തി വുഖൂഇഹി അത് അധികമായി സംഭവിക്കലിനെ ഇഅ്തിബാർ ചെയ്യൽ കൊണ്ടിട്ട് അസദ്ദു ഇഹ്തിമാമൻ ബിഹാലിഹി അതിൻ്റെ ഹാലിനെ കണക്കിലെടുക്കൽ ഗൗരവമേറിയതാണ് എന്ന കാരണത്തിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തതിനെ മുന്തിച്ചത്. അത് കൂടുതൽ അതിൻ്റെ ഉക്കൂവ് കസറത്തായ കാരണം കൊണ്ട് അതിനെ കൂടുതൽ കണക്കിലെടുക്കൽ ആവശ്യമാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ അന്നഹു ഈ രണ്ടാമത്തതായതിനു വേണ്ടി ഇത്തിബാരി കസറത്തി ഉക്കൂഇഹി അത് അധികമായി സംഭവിക്കലിനെ എഴുത്തിബാറ് ചെയ്യലുകൊണ്ട് അസദ്ദു ഇഹ്തിമാമൻ ബിഹാലിഹി അതിൻ്റെ ഹാലിനെ കണക്കിലെടുക്കൽ ഗൗരവമേറിയതാണ് എന്ന കാരണത്തിന് വേണ്ടി. ഇനി അസ്സക്കാക്കിയു സക്കാക്കി എന്നവർ ദക്കറ പറഞ്ഞിട്ടുണ്ട് ഫീ ബഹസി ഇഫാദത്തിൽ ലാമി അൽ ഇസ്തിഗ്റാഖ ലാമ് ഇസ്തിഗ്റാഖിനെ ഫായിദ വെപ്പിക്കുന്ന ബഹസിൽ സക്കാക്കി പറഞ്ഞിട്ടുണ്ട്. മുഖത്തസർ 81 പേജിൽ നോക്കിയാൽ കാണാം. എന്ത് സക്കാക്കി പറഞ്ഞതല്ല, ലാമ് ഇസ്തിഗ്റാഖിനെ ഫായിദ വെപ്പിക്കും എന്ന വിഷയം മുഖത്തസറിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. വഖദ് യുഫീദുൽ മുഅറഫ് ബിൽ ലാമി ഹഖീഖത്തിന്റെ ലാമ് കൊണ്ട് മഅരിഫയാക്കപ്പെട്ട ഇത് ഫായിദ വെപ്പിക്കും. വഖദ് യുഫീദുൽ മുഅറഫ് ബിൽ ലാമി ലാമ് കൊണ്ട് മഅരിഫയാക്കപ്പെട്ടത് ഫായിദ വെപ്പിക്കും. എങ്ങനത്തെ ലാമ്? അൽ മുശാരി ബിഹ ഇലൽ ഹഖീഖത്തി അൽ ഇസ്തിഗ്റാഖ ഇസ്തിഗ്റാഖിനെ ഫായിദ വെപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹഖീഖത്തിന്റെ ലാമാണ് ഇസ്തിഗ്റാഖിനെ ഫായിദ വെപ്പിക്കുന്നത് എന്ന് മുഖത്തസർ 81 പേജിൽ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ളവർ അവിടെ നോക്കിയാൽ മനസ്സിലാകും. അതിനൊരു ഉദാഹരണവും പറഞ്ഞു ഖുർആനിൽ. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ എല്ലാ മനുഷ്യനും ലഫീ ഖുസ്ർ പരാജയത്തിലാണ് മുഅ്മിനീങ്ങൾ ഒഴികെ. അപ്പോൾ അൽ ഇൻസാനിലെ അലിഫിലാം ഇസ്തിഗ്റാഖിന്റെ അലിഫിലാമാണ്. ആ ഇസ്തിഗ്റാഖിനെ ലാമ ഫായിദ വെപ്പിക്കുന്ന ബഹസിൽ സക്കാക്കി പറഞ്ഞു. എന്ത് പറഞ്ഞു? അന്നഹു തീർച്ചയായിട്ടും കാര്യം ഇദാകാനൽ മഖാമു ഖത്താബിയൻ മഖാമു ഖത്താബിയായാൽ ലാ ഇസ്തിദ്ലാലിയൻ നെല്ലുകൊണ്ട് മതിയാക്കപ്പെടുന്ന മക്കാമ് ദലീലിന് ആവശ്യപ്പെടാത്ത സ്റ്റേജ് അതാണ് ലാ ഇസ്തിദ്ലാലിയൻ ഇസ്തിദ്ലാലി അല്ലാത്ത ഖത്താബി ആണെങ്കിൽ ഖത്താബി എന്ന് പറഞ്ഞാൽ ഖത്താബിയായ ഖളികളെ കൊണ്ട് മതിയാക്കപ്പെടുന്നത് അതായത് നെല്ലിനെ ഫായിദ വെപ്പിക്കുന്നത് എന്നർത്ഥം. കുല്ലുമൻ യംശി ഫിൽ ലൈലി ബിസ്സിലാഹി വസാരിഖുൻ ആയുധവുമായി രാത്രിയിൽ നടക്കുന്നവരെല്ലാവരും കള്ളന്മാരാണ്. ഇതൊരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതല്ല, ലന്നിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാ. അതിന് ഇത് കേട്ടിരിക്കുന്ന മുഖാത്തബീങ്ങൾ ഇത് തെളിവും ചോദിക്കില്ല. കാരണം മക്കാം എന്താണ്? ദലീൽ ആവശ്യപ്പെടാത്ത മക്കാമാണ്. അതുകൊണ്ട് തെളിവ് ചോദിക്കപ്പെടാത്ത ആവശ്യപ്പെടാത്ത മക്കാമ്. അപ്പോൾ മക്കാമ് ഖത്താബിയാണെങ്കിൽ പിന്നെ
ലാ ഇസ്തിദ്ലാലിയൻ, ഇസ്തിദ്ലാലി അല്ല. പിന്നെന്താണ്? ഖത്താബി മാത്രമാണ്. ഇസ്തിദ്ലാലിയായ മക്കാമ് എന്ന് പറഞ്ഞാൽ വാദത്തിന് പ്രതിഭാഗം ദലീൽ ആവശ്യപ്പെടും. അതാണ് ഇസ്തിദ്ലാലിയ മക്കാമ്. ഖൗലിഹി അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൗല് പോലെ, അൽ മുഅ്മിനു ഖിബ്ബുൻ കരീമുൻ വൽ മുനാഫിഖു ഖിബ്ബുൻ ലഈമുൻ. അൽ മുഅ്മിനു, മുഅ്മിനായ എല്ലാ ഓരോ മുഅ്മിനുകളും, ഇസ്തിഗ്റാഖിനെ ഇഫാദത്ത് ചെയ്യുന്ന അലിഫ് ലാം ഇസ്തിഗ്റാഖിൻ്റെതാണ്. ഇവിടെ മക്കാമു ഖത്താബിയുമാണ്. മുഅ്മിനായ മനുഷ്യൻ ഖിബ്ബുൻ, അവൻ ഭൗതികമായ ജീവിതത്തെ തൊട്ട് അശ്രദ്ധനാണ്, കരീമുൻ മാന്യനുമാണ്. വലാ തകുൻ മിനൽ ഗാഫിലീൻ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദീനിയായ കാര്യങ്ങളെ തൊട്ട് നിങ്ങൾ ഗാഫിലീങ്ങളാകരുത്. ആ ഗഫലത്തല്ല ഇവിടെ. ദുന്യവിയായ കാര്യങ്ങളിൽ നിന്ന് അശ്രദ്ധനാണ്, കരീമുൻ മാന്യനുമാണ്. വൽ മുനാഫിഖു, എല്ലാ മുനാഫിക്കും ഹിബ്ബുൻ ചതിയനുമാണ്, ലഈമുൻ അവൻ ആക്ഷേപിക്കപ്പെട്ടവരുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല. ഇവിടെ തെളിവ് ആവശ്യപ്പെടാത്ത മക്കാമുമാണ്. തെളിവ് ആവശ്യപ്പെടുന്ന മക്കാമാണെങ്കിൽ തെളിവുണ്ടെങ്കിലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പറയുള്ളൂ. കാരണം എല്ലാ മുഅ്മിനും ഹിർറ് ആവണമെന്നില്ലല്ലോ എന്ന അവസ്ഥ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്മിനീങ്ങളെ പറ്റിയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുസ്നുല്ലന്നും മുനാഫിക്കീങ്ങളെ പറ്റി സൂഉല്ലന്നും ഉള്ളതുകൊണ്ട് ആ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. തെളിവ് ആവശ്യപ്പെടുന്ന മക്കാമല്ല. ഇവിടെയുള്ള ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖത്താബിയായ മക്കാമിൽ പറഞ്ഞതാണ്. ഇവിടെ അൽ മുഅ്മിനൂൻ, എല്ലാ മുഅ്മിനും, വൽ മുനാഫിഖു, എല്ലാ മുനാഫിക്കും, ഹുമിലൽ മുഅറഫു ബില്ലാമി, ലാമു കൊണ്ട് മഅരിഫയാക്കപ്പെട്ടതിനെ ചുമത്തപ്പെടണം. അതായത് സാമി ചുമത്തിക്കോളണം, ഹംല് ചെയ്യണം. മുഫറദൻ ഖാന, ആ മുഅറഫും ബില്ലാമു മുഫറദാവട്ടെ, ഔ ജമ്മൻ അലി ജം ആവട്ടെ. ഇസ്തിഗ്റാഖിന്റെ അലിഫിലാമു മുഫറദിൽ കടന്നാൽ എന്താണ് മഅന, ജമ്മിൽ കടന്നാൽ എന്താണ് മഅന എന്നെല്ലാം വിശദീകരിച്ചു കഴിഞ്ഞുപോയി. മുൻ പാഠങ്ങളിൽ അത് കഴിഞ്ഞു പോയിട്ടുണ്ട്. മുഫറദിലാണെങ്കിൽ മുഫറദിലാണെങ്കിൽ ആഹാദിനെ ഇസ്തിഗ്റാഖ് ചെയ്യും. ജമ്മിലാകുമ്പോൾ ജുമൂഇനെയാണ് ഇസ്തിഗ്റാഖ് ചെയ്യുക. അതാണ് ഒരു അഭിപ്രായം. അപ്പോൾ അൽ മുഅ്മിനു പറഞ്ഞ എല്ലാ ഓരോ മുഅ്മിനീങ്ങളും, അൽ മുഅ്മിനൂന എന്ന് പറയുമ്പോൾ എല്ലാ ഓരോ സംഘം മുഅ്മിനീങ്ങളും എന്നാകും. എല്ലാ ഓരോ സംഘം മുഅ്മിനീങ്ങളും, അതിലുള്ള ആഹാദ് ജംകളായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു അഭിപ്രായമാണ്. പിന്നെ അപ്പോൾ ലാബ് കൊണ്ട് മഅരിഫയാക്കപ്പെട്ടതിന് ഹംല് ചെയ്യപ്പെടണം, അഥവാ സാമി ഹംല് ചെയ്യണം. മുഫറദൻ കാന, ആ മുഅറഫും ബില്ലാമ് മുഫറദാവട്ടെ, ഔ ജംഅൻ അലി ജംആവട്ടെ, അലൽ ഇസ്തിഗ്റാഖി, ഇസ്തിഗ്റാഖിന്റെ മേൽ ഹംല് ചെയ്യണം എന്ന് സക്കാക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അൽ മുഅ്മിനു എന്ന ഇസ്തിഗ്റാഖിന്റെ അൽഫിലാമ് കടന്നപ്പോൾ അത് എന്തായി? എല്ലാ മുഅ്മിനും പെട്ടു, മുഫ്രദായതുകൊണ്ട്. ആഹാദിനെയാണ് ഇസ്തിഗ്റാഖ് ചെയ്യുക. വൽ മുനാഫിഖുൽ, എല്ലാ ഓരോ മുനാഫിക്കും പെട്ടു. അതെന്താണ് സാമി അങ്ങനെ ഹംല് ചെയ്യണം എന്ന് പറഞ്ഞത്? ബി ഇല്ലത്തി ഈഹാമി
അന്നൽ ഖസ്ദ സാമിഇനെ മുത്തക്കല്ലിമ് തോന്നിപ്പിക്കുന്ന കാരണം കൊണ്ട്, ഈ ഇബാറത്ത് കൊണ്ട്, ഈ കലാമ് കൊണ്ട് സാമിഇനെ മുത്തക്കല്ലിമ് തോന്നിപ്പിക്കുന്ന കാരണം കൊണ്ട്, അതായത് മുത്തക്കല്ലിമിന്റെ കലാമ് കൊണ്ട് സാമിഇനെ തോന്നിപ്പിക്കുന്ന കാരണം കൊണ്ട്, അന്നൽ ഖസ്ദ തീർച്ചയായിട്ടും ഖസ്ദ്. ആരുടെ ഖസ്ദ്? സാമിന്റെ ഖസ്ദും അല്ലെങ്കിൽ മുത്തക്കല്ലിമിന്റെ ഖസ്ദും ഏതും അവിടെ പ്രശ്നമല്ല. ഒന്ന് വെക്കുക, അന്നൽ ഖസ്ദ സാമീനെ മുത്തക്കല്ലിമു തോന്നിപ്പിക്കുന്ന കാരണം കൊണ്ട് എന്ത്? അന്നൽ ഖസ്ദ ഇലാ ഫർജിൻ ദൂന ആഖറ. അൽ മുഅ്മിനു, ഈ ഉദാഹരണത്തിൽ പറഞ്ഞ ഉദാഹരണത്തിൽ അൽ മുഅ്മിനു വൽ മുനാഫിഖു എന്ന സ്ഥലത്ത് ഒരു മുഅ്മിനിനെ ബഅ്ദുൽ മുഅ്മിനിനെ സാമി ഖസ്ദ് ചെയ്യൽ, അതുപോലെ തന്നെ ബഅ്ദുൽ മുനാഫിഖിനെ ഖസ്ദ് ചെയ്യൽ ഇലാ ഫർജിൻ ദൂന ആഖറ, ഒരു ഫർദിനെ കൂടാതെ മറ്റൊരു ഫർദ് കൊണ്ട് കരുതൽ, മഅ തഹഖുഖിൽ ഹഖീഖത്തി ഫീഹിമാ, രണ്ട് ഫർദിലും, ചുരുങ്ങിയത് രണ്ടെണ്ണായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ചുരുങ്ങിയത് രണ്ടെണ്ണം ഉണ്ടാകുമ്പോഴല്ലേ ഇസ്തിഗ്റാഖ് ഉണ്ടാവുള്ളൂ. രണ്ടിലും ഹഖീഖത്തുണ്ടാകലോടുകൂടെ ഒരു ഫർദിനെ കൂടാതെ മറ്റൊരു ഫർദിനെ കരുതൽ, തർജീഹുൻ ലി അഹദിൽ മുതസാവിയൈനി, സമമായ രണ്ടെണ്ണത്തിൽ നിന്ന് ഒന്നിനെ റാജിഹാക്കലാണ് എന്ന് തോന്നിപ്പിക്കുന്ന കാരണം കൊണ്ട് സാമിഇ അതിനെ ഇസ്തിഗ്റാഖിന്റെ മേൽ ഹംദ് ചെയ്യും. അപ്പോൾ എന്തായി? അൽ മുഅ്മിനു എന്ന് പറഞ്ഞു കൊടുത്ത് ഒരു മുഅ്മിനിനെ കരുതൽ, മറ്റൊരു മുഅ്മിനിനെ കരുതാതെ, മറ്റുള്ള ഒരു മുഅ്മിനീങ്ങളെയും കരുതാതെ, അല്ലെങ്കിൽ കുറച്ച് മുഅ്മിനീങ്ങളെ കരുതി കുറച്ച് മുഅ്മിനീങ്ങളെ അതിൽ പെട്ടിട്ടില്ല എന്ന് വെക്കൽ. അതുപോലെ തന്നെ വൽ മുനാഫിഖു എന്ന് പറഞ്ഞു കൊടുത്ത് ഒരു മുനാഫിക്കിനെ ഖസ്ദ് ചെയ്തു, അത് സാമിഇ ഖസ്ദ് ചെയ്യൽ. അല്ലെങ്കിൽ ഒരു കുറേ മുനാഫിക്കീങ്ങളെ ഖസ്ദ് ചെയ്യൽ, മറ്റു ചിലരെ ഖസ്ദ് ചെയ്യാതിരിക്കലും, ഹഖീഖത്ത് എല്ലാ ഫർദുകളിലും ഉണ്ടാകലോടുകൂടെ കുറച്ച് മാത്രം ഖസ്ദ് ചെയ്യൽ, അല്ലെങ്കിൽ ഒരു ഫർദിനെ ഖസ്ദ് ചെയ്യൽ മറ്റേ ഫർദിനെ കൂടാതെ സമമായ രണ്ടെണ്ണത്തിൽ നിന്ന് ഒന്നിനെ റാജിഹാക്കലാണ് എന്ന് തോന്നിപ്പിക്കുന്ന കാരണം കൊണ്ട് ഹഖീഖത്ത് എല്ലാത്തിലും ഉണ്ടല്ലോ, ഇസ്തിഗ്റാഖിന്റെ മേൽ ഹംദ് ചെയ്യും. ഇനി അന്നൽ ഖസ്ദ എന്നുള്ളോടത്ത് ഈ മുത്തക്കല്ലിമിന്റെ ഖസ്ദുമാവാം, ഇല്ലത്തിഹാമി തോന്നിപ്പിക്കുന്ന കാരണം കൊണ്ട് എന്ത്? അന്നൽ ഖസ്ദ ഇലാ ഫർദിൻ ദൂന ആഖറ, മുത്തക്കല്ലിമു ഒരു ഫർദിനെ കരുതൽ മറ്റൊരു ഫർദിനെ കൂടാതെ, മഅ തഹഖുഖിൽ ഹഖീഖത്തി ഫീഹിമാ, രണ്ട് ഫർദിലും ഹഖീഖത്ത് ഉണ്ടാകലോടുകൂടെ, തർജീഹുൻ ലി അഹദിൽ മുതസാവിയൈനി, സമമായ രണ്ടെണ്ണത്തിൽ ഒന്നിനെ റാജിഹാക്കലാണ് അലല്ലാഹിരി മറ്റതിനേക്കാൾ, ഒരു മുറജ്ജിഹ് കൂടാതെ രണ്ടെണ്ണത്തിൽ നിന്ന് ഒന്നിനെ റാജിഹാക്കലാണെന്ന് വരും. ആ കരുത്ത് ശരിയല്ല. അതുകൊണ്ട് സാമി എന്ത് ചെയ്യും? ഇസ്തിഗ്റാഖിന്റെ മേൽ ഹംദ് ചെയ്യും എന്ന് കാരണം കൊണ്ടിട്ടാണ് സാമി എന്താവുന്നത്, അങ്ങനെ ഇസ്തിഗ്റാഖിന്റെ മേൽ ചുമത്തുന്നത്. സുമ്മ ദക്കറ ഫീ ബഹ്സി ഹദിഫിൽ മഫ്ഊലി, ഇത് ഇസ്തിഗ്റാഖിന്റെ ലാമിനെ ബഹസ് ചെയ്തോടുത്ത് പറഞ്ഞതാണ്. ആര്? സക്കാക്കി. എന്നിട്ട് സക്കാക്കി പറഞ്ഞു, എന്തേ ആ സമയത്തെത്തി? 10 മണിക്ക് 11 മണിക്ക്. ആ മഴയുണ്ടോ? ഇല്ല. ആ പിന്നെ
സിദ്ധിവാദാന നമ്പറൊന്നും കിട്ടിയില്ലല്ലോ? ഇല്ല. ഞാൻ വേറെ 2 നമ്പർ തരാം. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ. മഗ്‌രിബിന്റെ ശേഷം വിളിക്കാം, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കാം. കുറച്ച് പണിയിലാണ്. ആയിക്കോട്ടെ. വാട്സപ്പിൽ വിടാം മോനെ കൊണ്ട്. ആ നമ്പർ വേഗം പണി തിരക്കിലാണ്. അക്ബർ കാക്കാന്റെയും നാണി കാക്കാന്റെയും ഓലോടൊക്കെ ഒന്ന് പറയണമെന്ന്. അത് കുറച്ച് കഴിഞ്ഞിട്ട് വിട്ടാൽ മതി. ഞാൻ കുറച്ച് തിരക്കിട്ട പണിയില്ല. ആ 2 നമ്പർ വിട്ടേക്ക് കേട്ടോ. ഞാൻ കൊടുക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞോട്ടെ. അല്ല വിട്ടേക്ക്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ കാതറാപ്പാനോട് പറഞ്ഞിട്ട് പറ്റിയെങ്കിൽ വരാന്നും പറഞ്ഞിട്ട് മറ്റോലെ നമ്പർ കിട്ടിയില്ല. സിദ്ദീഖിന്റെ ഞാന് യൂസിനോട് പറയാം. ആയിക്കോട്ടെ. ഷറഫുദ്ദീന്റെ കേട്ടോ. മാനൂന് കിട്ടിയോ? ഇല്ല, ഇന്നലെ വിളിക്കാന്ന് പറഞ്ഞിട്ട് സുനി വിളിച്ചില്ലല്ലോ. കുഞ്ഞിക്ക് വിളിച്ചിട്ട് പോണില്ലല്ലേ? ഇന്ന് അടിച്ചിങ്ങനെ എടുത്തില്ല. ഓർമ്മ ഉണ്ടാവുമ്പൊക്കെ പറയാത്തവരോടൊക്കെ പറഞ്ഞോളേ. പറഞ്ഞില്ലാന്നുള്ളൊരു ഇത് വരണ്ട. എല്ലാം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് പറയാ. വിളിക്കാം. ആയിക്കോട്ടെ. ഒരു പണിയില്ല. ശരി.